തങ്ങളുടെ സമരത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി ജിഷ്ണുവിന്റെ കുടുംബം. ഷാജഹാനെയും ഹിമവൽ ഭദ്രാനന്ദയും തങ്ങൾക്കറിയില്ലെന്നും തങ്ങൾ നടത്തുന്നത് സർക്കാർ വിരുദ്ധ സമരമല്ലെന്നും ഇവർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഡിജിപി മഹിജിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ജിഷ്ണുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. തങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമരത്തെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നു എന്ന ആശങ്കയാണ് ജിഷ്ണു പ്രണോയുടെ ബന്ധുക്കളിൽ നിഴലിച്ചു നിന്നത്. ഷാജഹാനെയും ഹിമവൽ ഭദ്രാനന്ദയെയും തങ്ങൾക്കറിയില്ല. തങ്ങളോടൊപ്പം പോലീസ് വാഹനത്തിൽ കയറുമ്പോഴാണ് ഇരുവരെയും ആദ്യമായി കാണുന്നതെന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് പീപ്പിളിനോട് പറഞ്ഞു. നിങ്ങൾ കൈരളി ടിവിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കൂ. എവിടെ നിന്നാണ് സ്വാമി വന്നത്, എവിടെ നിന്നാണ് ഷാജഹാനെ കൊണ്ടുവന്നത്? ഇത് പോലീസ് കൊണ്ടുവന്നതാണ്. ഞങ്ങളാരെയും കൂട്ടിയില്ല. ഇൻ്റലിജൻസ് വിഭാഗത്തെ കൊണ്ട് ഞങ്ങളുടെ ഫോൺ രേഖകൾ പരിശോധിക്കൂ. ഞങ്ങൾക്ക് ഒരു സ്വാമിയുമായും ആരുമായി ബന്ധമില്ല. ഇത് ജിഷ്ണുവിൻ്റെ കുടുംബവും അയൽവാസികളും നടത്തുന്ന സഹപാഠികളും നടത്തുന്ന സമരമാണ്. ഇവർ ക്ഷണിക്കാതെ വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ? ഇവരെ ഞങ്ങൾക്ക് അറിഞ്ഞേ കൂടാ. തങ്ങൾ നടത്തുന്നത് സർക്കാർ വിരുദ്ധ സമരമല്ലെന്ന് ജിഷ്ണുവിന്റെ അമ്മയും അമ്മാവനും പ്രതികരിച്ചു. ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെതിരെയുള്ള സമരം നയിക്കില്ല. ഈ ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി, ഞങ്ങൾ ജീവനെ പോലെ കണ്ട പാർട്ടി, ആ പാർട്ടി നേതൃത്വം നൽകുന്ന ജിഷ്ണുവിൻ്റെ സർക്കാർ, ജിഷ്ണുവിൻ്റെ ആത്മാവ് കുറിക്കില്ല. ഞങ്ങൾ ഈ സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ. നിരാഹാര സമരം നടത്തുന്ന ജിഷ്ണുവിന്റെ ബന്ധുക്കളെ ഡിജിപി ചർച്ചയ്ക്ക് വിളിച്ചു. പ്രത്യേക ദൂതനെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചാണ് ഡിജിപി ചർച്ചയ്ക്കായി ഇവരെ ക്ഷണിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ തങ്ങളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മഹിജ പ്രതികരിച്ചു. ഇന്നലെ നടന്ന സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റ് സംഭവിച്ചില്ലെന്ന റിപ്പോർട്ടാണ് റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം നൽകിയത്. ഇതിനെതിരെയും ജിഷ്ണുവിന്റെ കുടുംബത്തിന് പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമ്മ മഹിജിയും ബന്ധുക്കളും നടത്തുന്ന നിരാഹാര സമരത്തിനൊപ്പം ചേർന്ന് ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണയും. കോഴിക്കോട് വീട്ടിലാണ് അവിഷ്ണ നിരാഹാരം ഇരിക്കുന്നത്. അമ്മ മടങ്ങി വരും വരെ നിരാഹാരം ഇരിക്കുമെന്ന് അവിഷ്ണ പറഞ്ഞു. ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളെ ഡിജിപി ലോക്നാഥ് ബെഹ്റ ചർച്ചയ്ക്ക് വിളിച്ചു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ജിഷ്ണുവിന്റെ കുടുംബാംഗം അറിയിച്ചു. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് പറയാനുള്ളത് ഏത് സമയത്തായാലും കേൾക്കാൻ തയ്യാറാണെന്നും ഡിജിപി അറിയിച്ചു. മരിച്ച മകന് നീതി തേടി പോലീസ് ആസ്ഥാനത്തെത്തിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്കെതിരെ പരാക്രമം നടത്തിയവർ സർക്കാരിന്റെ പോലീസ് നയം മനസ്സിലാക്കാത്തവരാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പ്രതിഷേധങ്ങളോട് ഇതല്ല നയമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും MA ബേബി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ചും സത്യാഗ്രഹവും കേരളത്തിൽ സാധാരണമാണ്. പോലീസ് ആസ്ഥാനത്ത് സമരം പാടില്ലെന്ന വാദത്തിന് ഒരു ന്യായവുമില്ലെന്നും അദ്ദേഹം FBയിൽ കുറിക്കുന്നു. മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഈ മാസം 22, 24, 29, 30 ദിവസങ്ങളിലാണ് റേഞ്ച് തലത്തിൽ യോഗങ്ങൾ നടക്കുക. SI അടക്കമുള്ളവരോട് പങ്കെടുക്കാനും നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. സബ് ഇൻസ്പെക്ടർമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെയുള്ളവർ പങ്കെടുക്കണം. റേഞ്ച് അടിസ്ഥാനത്തിൽ 22 മുതൽ 30 വരെ 4 ദിവസങ്ങളിലായി യോഗം ചേരും. 22-ന് തിരുവനന്തപുരം റേഞ്ച്, 26-ന് കണ്ണൂർ, 29-ന് എറണാകുളം, 30-ന് കോഴിക്കോട് റേഞ്ചിന്റെയും യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം പോലീസിന്റെ പ്രവർത്തനം സമഗ്രമായി പരിശോധിക്കും. പോലീസിന് വീഴ്ചയെന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയ്ക്കും ബന്ധുക്കൾക്കുമെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് UDFും BJP ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്ത് സമ്മിശ്ര പ്രതികരണം. ഹർത്താലിൽ ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. ഹർത്താലിനോടനുബന്ധിച്ച് UDF BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പോലീസ് ആസ്ഥാനത്ത് സമരത്തിനെത്തിയ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയ്ക്കും ബന്ധുക്കൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് UDFും BJPയും ഹർത്താൽ ആചരിച്ചത്. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ഹർത്താലിനോട് വിവിധ ജില്ലകളിൽ ജനങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു. തെക്കൻ കേരളത്തിൽ ഹർത്താൽ ഭാഗികമായിരുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളും കാറുകളും നിരത്തിലോടി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. മെഡിക്കൽ കോളേജ്, RCC, SIT എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട രോഗികളെ പോലീസ് വാഹനങ്ങളിലും KSRTC ബസ്സുകളിലുമായി യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചു. സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും ജീവനക്കാർ എത്തിയെങ്കിലും ഹാജർ നില കുറവായിരുന്നു. സിറ്റിക്കകത്ത് സർവീസ് നടത്തിയ KSRTC ബസ് സർവീസുകൾ സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് നിർത്തിവെച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ച UDFന്റെയും BJPയുടെയും പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി.
BDJS, SDPI, ആം ആദ്മി പാർട്ടി തുടങ്ങിയവരും പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. കൊല്ലത്ത് ഹർത്താൽ അനുകൂലികൾ 3 ബസ് അടിച്ചു തകർത്തു. ശാസ്താംകോട്ടയിൽ CIക്കും SIക്കും നേരെ കോൺഗ്രസുകാരുടെ കയ്യേറ്റമുണ്ടായി. മധ്യകേരളത്തിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും റോഡിലിറങ്ങി. കോട്ടയത്ത് ജോലിക്കെത്തിയ KSEB ജീവനക്കാരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. മലബാർ മേഖലയിൽ ഹർത്താൽ ഭാഗികമായത് ജനജീവിതത്തെ സാരമായി ബാധിച്ചില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. അക്രമം കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നതിനാൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളും സംഘർഷവും ഒഴിവാക്കാനായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ വയലാറിൽ +2 വിദ്യാർത്ഥി RSSകാർ തല്ലിക്കൊന്നു. വയലാർ സ്വദേശി അനന്തുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 10 RSS പ്രവർത്തകർ അറസ്റ്റിൽ. നാളെ ആലപ്പുഴ ജില്ലയിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് മന്ത്രി G സുധാകരൻ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച രാത്രി 11:30യോടെയാണ് പട്ടണക്കാട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെ ആക്രമണമുണ്ടായത്. ക്ഷേത്രത്തിന് സമീപത്തെ പാടത്ത് വെച്ച് അനന്തുവിനെ 10 അംഗ സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അക്രമികളുടെ ചവിട്ടേറ്റ അനന്തു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു അക്രമമെന്നാണ് പോലീസ് പറയുന്നത്. ഉത്സവ സമയത്ത് പരിപാടി കാണാൻ വന്ന സമയത്ത് അതിൻ്റെ എതിർ ഗ്രൂപ്പുകൾ ഈ കക്ഷികളെ നോക്കിയിരുന്ന് മനഃപൂർവ്വം ചെയ്തതാണ്. ആസൂത്രിതമായ നടപടി തന്നെയാണത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികൾ കഴിഞ്ഞ ദിവസം അനന്തുവിനെ തേടി വീട്ടിലെത്തിയിരുന്നു. അനന്തു ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിന് സമീപത്തെ പാടത്ത് വെച്ച് ഇവർ അനന്തുവിനെ ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിലും വയറ്റിലും മാരകമായി ചവിട്ടേറ്റ അനന്തു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 10 RSS പ്രവർത്തകരെയാണ് ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ 5 പേർക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായവരെല്ലാം BJP RSS സജീവ പ്രവർത്തകരാണ്. അക്രമികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രിയിലെത്തിയ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G സുധാകരൻ പറഞ്ഞു. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു കേട്ടത്. കർശനമായ നടപടി പോലീസ് എടുക്കാൻ സംശയമില്ല. ഈ ഒരു 2 മാസത്തിനുള്ളിൽ 4 ഇടതുപക്ഷ സഹാക്കളെ കൊല ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ. ചില കേസുകളിലൊക്കെ പോലീസ് കുറച്ചുകൂടി ശക്തമായി പ്രതികളെ പിടിക്കാനുണ്ട്. അത് പോലീസ് പിടിക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പുഴയിൽ +2 വിദ്യാർത്ഥി അനന്തുവിനെ RSSകാർ അടിച്ചുകൊന്ന സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSന്റെ ശാഖയിൽ നിന്നും വിട്ടുനിന്നതിന്റെ പ്രതികാരമാണ് കൊലപാതകം. RSSൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയലാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. വർഗീയ കലാപങ്ങളും ആക്രമണങ്ങളും കേരളത്തിൽ വ്യാപിപ്പിക്കാനാണ് RSSന്റെ നീക്കമെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും പ്രസ്താവനയിൽ കോടിയേരി ആവശ്യപ്പെട്ടു. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ അരിയുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പസ്വാന് കത്തയച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയപ്പോൾ കേരളത്തിന്റെ വിഹിതം വീണ്ടും കുറയുകയാണുണ്ടായതെന്ന് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഭക്ഷ്യധാന്യം അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ വിഹിതം ഗണ്യമായി കുറയും. 16 ലക്ഷം ടണ്ണിൽ നിന്ന് 14.25 ടണ്ണായി അരിവിഹിതം കുറയുന്ന സ്ഥിതി വരും. ഇത് കേരളത്തിലെ റേഷൻ സംവിധാനത്തെ തകരാറിലാക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യായമായ വിഹിതം നിശ്ചയിക്കുന്നതുവരെ കേരളത്തിനുള്ള അധിക വിഹിതം തുടരണം. APL വിഭാഗങ്ങൾക്ക് സബ്സിഡിയോടെയുള്ള വിഹിതം തുടരണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ഹണി ട്രാപ്പ് വിവാദത്തിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത 2 FIRകൾ ഒറ്റ FIR ആക്കി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം CJM കോടതിയിലാണ് പുതിയ FIR സമർപ്പിച്ചത്. പുതിയ FIR പ്രകാരം മംഗളം CO അജിത് കുമാർ 1-ാം പ്രതിയും അന്വേഷണ സംഘ തലവൻ K ജയചന്ദ്രൻ 2-ാം പ്രതിയുമാണ്. കൂടുതൽ തെളിവെടുപ്പിനായി ആദ്യ 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ BJP നേതാക്കൾക്കെതിരെ ബാബറി മസ്ജിദ് കേസിൽ വിചാരണ നടത്താമെന്ന് സുപ്രീംകോടതി. ബാബറി മസ്ജിദ് കേസിൽ 2 വർഷത്തിനകം തീർപ്പുണ്ടാകണമെന്നും കോടതി. അതേസമയം വിചാരണ നേരിടാൻ തയ്യാറാണെന്ന് അദ്വാനി സുപ്രീംകോടതി അറിയിച്ചു. മനു ശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി. മനു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് നിലവിലുള്ളത്. ഒന്ന്, മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് സ്ഥലത്ത് സന്നിഹിതരായിരുന്ന കർഷകർക്കെതിരെയുള്ളത്. രണ്ടാമത്തേതാണ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ BJP നേതാക്കൾക്കെതിരായ കേസ്. ഇതിൽ LK അദ്വാനി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക്
ഗൂഢാലോചനയിൽ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി CBI നേരത്തെ കുറ്റപത്രം നൽകിയെങ്കിലും വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാന നിർദ്ദേശം. 25 വർഷത്തോളമായി കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് നീതി നിഷേധിക്കലാണെന്നും അതിനാൽ തന്നെ 2 വർഷത്തിനകം കേസിൽ തീർപ്പുണ്ടാകണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന ഗൂഢാലോചനയിൽ പങ്കാളിയാണ് ഈ BJP നേതാക്കൾ എന്നാണ് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനാൽ തന്നെ CBIയുടെ കുറ്റപത്രം അനുസരിച്ച് BJP നേതാക്കൾക്കെതിരെ വിചാരണ നടത്താൻ തടസ്സമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ ഏകീകൃതമായി പരിഗണിച്ച് ലക്നൌ കോടതിയിൽ വിചാരണ നടത്താമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ നേരിടാൻ തയ്യാറാണ്, പക്ഷേ റായ്ബറേലി കോടതിയിൽ തന്നെ വിചാരണ നടത്തണമെന്നാണ് അദ്വാനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസിൽ വിചാരണ പൂർത്തിയായിരിക്കുകയാണ്. കേസ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ജസ്റ്റിസ് രോഹിൻടൻ നരിമാൻ, PC ഘോഷ് എന്നിവരുടെ ബെഞ്ച് വിധി പറയും. ഗിരീഷ്മ. ശരി, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങൾ വരൾച്ചാബാധിത പ്രദേശങ്ങളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. വരൾച്ച നേരിടാനായി 24,000 കോടി രൂപ അനുവദിച്ചു. അതിനിടെ ശിവസേന MP ഗൈക്വാദിന്റെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ കേന്ദ്രമന്ത്രിമാർ തമ്മിൽ കയ്യാങ്കളി. കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജുവും ഖനവ്യവസായ മന്ത്രി ആനന്ദ് ഗീതയും തമ്മിൽ ലോക്സഭയിൽ വാക്കേറ്റമുണ്ടായി. ബിസിനസ് ക്ലാസ് ലഭിക്കാത്തതിനെ തുടർന്ന് എയർ ഇന്ത്യ ജീവനക്കാരനെ മർദ്ദിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന MP രവീന്ദ്ര ഗെയ്ക്വാദിന്റെ വിമാനയാത്രാ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് മന്ത്രിമാർ തമ്മിൽ പോരടിച്ചത്. ഗെയ്ക്വാദിന്റെ വിലക്ക് നീക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ശിവസേന MPമാർ ആവശ്യപ്പെട്ടു. എന്നാൽ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നമാണിതെന്നും MP മര്യാദ പാലിക്കണമായിരുന്നുവെന്നും വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു നിലപാടെടുത്തു. ഇതിനെതിരെ ശിവസേന നേതാവും കേന്ദ്ര ഘനവ്യവസായ മന്ത്രിയുമായ ആനന്ദ് ഗീത രംഗത്തെത്തി. ആദ്യം വാക്കുതർക്കത്തിൽ തുടങ്ങിയ പോര് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. സമീപത്തുണ്ടായിരുന്ന രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, അലുവാലിയ തുടങ്ങിയവർ ഇരുവരെയും പിടിച്ചുമാറ്റി. പിന്നീട് സ്പീക്കർ സുമിത്ര മഹാജൻ, വ്യോമയാന മന്ത്രി, ആഭ്യന്തരമന്ത്രി ഗെയ്ക്വാദ് എന്നിവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. വിമാന കമ്പനികളുമായി മന്ത്രി സംസാരിക്കാമെന്ന് ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം സഭയിൽ നടന്ന ചർച്ചയിൽ ശിവസേന MP ഗെയ്ക്വാദ് എയർ ഇന്ത്യക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ജീവനക്കാർ കോളറിന് പിടിച്ച് ആദ്യം തള്ളിയെന്നും ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യയോട് മാപ്പ് പറയില്ല, വിമാനയാത്ര വിലക്ക് നീക്കിയില്ലെങ്കിൽ ഒരൊറ്റ എയർ ഇന്ത്യ വിമാനവും പറക്കില്ലെന്നും ശിവസേന പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. റിസർവ് ബാങ്കിന്റെ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.2% തുടരും. അതേസമയം റിവേഴ്സ് നിരക്ക് 0.5% വർദ്ധിച്ച് 5.75% നിന്നും 6% ഉയർത്തി. ഉപഭോക്തൃ വില സൂചിയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്കുകൾ നേരിയ തോതിലെങ്കിലും ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് റിപ്പോ നിരക്ക് കുറയ്ക്കാതിരിക്കാൻ കാരണം. കണ്ണൂർ പയ്യന്നൂരിലെ അബ്ദുൾ ഹക്കീം വധക്കേസിൽ 4 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തു. ഹക്കീം ജോലി ചെയ്തിരുന്ന കൊച്ചി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹികളാണ് അറസ്റ്റിലായ 3 പേർ. പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കണ്ണൂർ പയ്യന്നൂരിലെ ഏറെ പ്രമാദമായ അബ്ദുൾ ഹക്കീം വധക്കേസിൽ തുമ്പുണ്ടാക്കാൻ ഒടുവിൽ CBIക്ക് സാധിച്ചു. കത്തിക്കരിഞ്ഞ നിലയിൽ 2014 ഫെബ്രുവരി 10 അബ്ദുൾ ഹക്കീമിന്റെ ജഡം കൊച്ചി ജുമാ മസ്ജിദ് വളപ്പിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് തുടക്കത്തിൽ തന്നെ സ്ഥിരീകരണമുണ്ടായെങ്കിലും 3 വർഷത്തിനു ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനായത്. CBI ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികൾ തന്നെയാണ് കുറ്റക്കാരെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. കൊച്ചി ജുമാ മസ്ജിദ് കമ്മിറ്റി മുൻ ഭാരവാഹികളായ K. അബ്ദുൾ സലാം, KP അബ്ദുൾ നാസർ, A. ഇസ്മയിൽ എന്നിവർ ആദ്യം അറസ്റ്റിലായി. ഇവരെ എറണാകുളം CJM കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്നാണ് മുഹമ്മദ് റഫീഖിനെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും. പള്ളിയിലെ മദ്രസ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തിരിമറികളാണ് അബ്ദുൾ ഹക്കീമിന്റെ കൊലയിൽ കലാശിച്ചത്. പള്ളിയിലെ ജീവനക്കാരനായിരുന്നു ഹക്കീം. സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും കൈകാര്യം ചെയ്തിരുന്നത് ഹക്കീമാണ്. ഹക്കീം വധക്കേസിലും CPIMനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വം ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചുവെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. CPIMനെ പോലെയൊരു പാർട്ടിയെ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പല പരിശ്രമങ്ങളും എതിരാളികൾ നടത്താറുണ്ട്. അത് കാലം ചെല്ലുന്തോറും അതിന്റെ വസ്തുതകൾ വെളിക്ക് വന്നിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹക്കീം കേസിൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ആ കേസിൽ പ്രതികളായി CBI അറസ്റ്റ് ചെയ്ത്
കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. CPIM-ഉം കർമ്മസമിതിയും നടത്തിയ നിരന്തര പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേസിന് തുമ്പുണ്ടാകുന്നത്. ഹക്കീമിന്റെ ഭാര്യ സീനത്തിന്റെ ഹർജിയിലാണ് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവുണ്ടായത്. ഡിവൈഎസ്പി ഡാർവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. നേരത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ടീമും കേസ് അന്വേഷിച്ചിരുന്നു. തെക്കേമമ്പലത്തെ ദാമോദരൻ മതം മാറിയാണ് അബ്ദുൾ ഹക്കീം എന്ന പേര് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ മലപ്പുറം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ SDPIക്ക് നിഷ്പക്ഷ നിലപാടെന്ന് നേതാക്കൾ. പ്രവർത്തകർ മനസാക്ഷി വോട്ട് ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്താനും നേതാക്കൾ മറന്നില്ല. മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ UDFനാണെന്ന വ്യാപക പ്രചാരണമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44,000-ഓളം വോട്ടുകൾ നേടിയ SDPI ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFനെ പിന്തുണക്കുകയാണെന്നായിരുന്നു ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് SDPI നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി നിഷ്പക്ഷ നിലപാട് പ്രഖ്യാപിച്ചത്. ഇത്തവണ SDPI പ്രവർത്തകർ മനസാക്ഷി വോട്ടായിരിക്കും ചെയ്യുകയെന്ന് നേതാക്കൾ പറഞ്ഞു. അതേസമയം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്താനും നേതാക്കൾ മറന്നില്ല. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് വിജയിക്കാൻ SDPIയുടെ സഹായം വേണ്ടിവരില്ലെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൾ മജീദ് ഫൈസിയുടെ പ്രതികരണം. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ പാർട്ടിയുടെ SDPIയുടെ കൂടി വോട്ട് ചോദിച്ചുകൊണ്ട് ഞങ്ങളെ പിന്നാലെ വരേണ്ട പ്രത്യേക സാഹചര്യമൊന്നുമില്ല. നിഷ്പക്ഷ നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിലും SDPI പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് തന്നെയായിരിക്കുമെന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മലപ്പുറത്തു നിന്നും PV കുട്ടൻ. പ്രകടമായ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നീങ്ങുകയാണ് വയനാട്. വേനൽക്കാലത്തെ കഴിഞ്ഞ 6 വർഷത്തിനിടെയുള്ള ഉയർന്ന താപനിലയാണ് വയനാട്ടിൽ ഇന്ന് അനുഭവപ്പെടുന്നത്. ഇക്കാലത്തിനിടെ 7 ഡിഗ്രി സെൽഷ്യസ് ചൂട് വയനാട്ടിൽ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേനൽക്കാലങ്ങളിൽ ചൂട് കൂടി വരികയാണ് ജില്ലയിൽ. 7 വർഷം മുൻപ് രേഖപ്പെടുത്തിയ ഉയർന്ന ചൂട് 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇന്നത് 34.2 ഡിഗ്രി വരെ എത്തി. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഡെക്കാൻ പീഠഭൂമിയുടെ ഒരറ്റത്തുള്ള മലയോര ജില്ലയായ വയനാട്ടിലേക്ക് കർണാടകയിലെ ഊഷരമായ കാലാവസ്ഥയുടെ കടന്നുവരവാണിതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സൂചന നൽകുന്നു. വയനാട്ടിലെ വനങ്ങളുടെ ശോഷണവും മറ്റും കർണാടകയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ പ്രതിരോധിക്കുന്നതിന് തടസ്സമായി. 30 വർഷം മുൻപ് 30,000 ഹെക്ടർ നെൽവയലുണ്ടായിരുന്ന ജില്ലയിൽ ഇന്ന് 8,000 ഹെക്ടർ സ്ഥലത്തു മാത്രമാണ് വയലുള്ളത്. കാലാവസ്ഥയെ പാടെ മാറ്റിമറിക്കാൻ ഇതും കാരണമായി. പശ്ചിമഘട്ട മലനിരകളിലെ അമിതവും അശാസ്ത്രീയവുമായ പാറഖനനം വ്യതിയാനത്തിന് ആക്കം കൂട്ടിയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഈ വർഷം തന്നെ മാർച്ച് 23-നാണെങ്കിൽ നമുക്ക് 35 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെട്ടു. അത് മാക്സിമം ടെമ്പറേച്ചർ. അത്ര ഇതിനു മുമ്പ് നമ്മൾ 2014 മാർച്ചിലൊരു ദിവസം ഈ 35 ഡിഗ്രി വന്നിരുന്നു. പക്ഷേ ഈ വർഷം മാർച്ചിൽ പൊതുവെ എല്ലാ മാർച്ചിലുള്ളതിനേക്കാളും ഒരു 33 എബോവ് ആണ് ഈ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. ജില്ലയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് വലിയ പ്രത്യാഘാതത്തിനും കാരണമാവുന്നുണ്ട്. വൻതോതിലുള്ള വിളനാശം ഇതിനകം വയനാടിനെ ബാധിച്ചു കഴിഞ്ഞതാണ്. വിളകളുടെ രോഗപ്രതിരോധ ശേഷി നശിക്കുന്നു. അന്തരീക്ഷ താപത്തിനൊപ്പം ഉയരുന്ന മണ്ണിനടിയിലെ ചൂട് ഇത്തവണ ഉയർന്ന നിരക്കിലാണ്. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിന് ഇത് കാരണമാവുന്നു. വരുന്ന മഴക്കാലവും വൈകിയാൽ വയനാട് നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയായിരിക്കും.